കൃപാസനത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉയർത്തതിനെ ഓർത്ത് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ശില്പ, ഇതെൻ്റെ അമ്മയാണ് വിൻസി. ഞങ്ങൾ തൃശ്ശൂർ ഒല്ലൂർ സെൻറ്റ് ആൻ്റണീസ് ഫൊറോന ചർച്ചിൽ അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 മെയ്യിലാണ്. അന്ന് ഉടമ്പടി എടുക്കാൻ കാരണം സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് നിയോഗമില്ല. അമ്മ 2019 ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം അത് കണ്ട് ആ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ഞാൻ എടുത്തതാണ്, പ്രാർത്ഥന കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ BCom ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നു. സോ ഒരു 3 പ്രാവശ്യമൊക്കെ ഞാൻ കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് ഉടമ്പടി പുതുക്കി. അതിനുശേഷം പിന്നെ BCom കഴിഞ്ഞു, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എനിക്കൊരു ജോലിയും കിട്ടി. അത് കഴിഞ്ഞ് ഞാനൊരു 1 ഇയർ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു ഇൻഫോ പാർക്കിൽ തന്നെ. ബട്ട് ദെൻ അത് കഴിഞ്ഞ് എനിക്ക് പണ്ടോട്ട് ക്യാബിൻ ക്രൂ ജോബിനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. സോ പെട്ടെന്ന് എനിക്കൊരു റിക്രൂട്ട്മെൻറ്റ് കാണാണ് ഞാൻ ഓൺലൈൻ വഴി. അപ്പം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടു. ഞാൻ അപ്പോഴും വർക്കിംഗ് ആണ് ഇവിടെ അക്കൗണ്ടൻ്റായിട്ട്. അപ്പം എനിക്കാണെങ്കിൽ ഏവിയേഷൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അപ്പം ഞാൻ ഈ ജോലിയുടെ ഇടയിൽ യൂട്യൂബും അതും ഇതൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ കൊടുത്തു. വീട്ടിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു ആ ഇൻ്റർവ്യൂ. ഞാനപ്പം മാതാവിൻ്റെ വിശുദ്ധ തൈലവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എത്തിച്ചിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അത് കൊടുത്ത് എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പം തന്നെ എനിക്ക് സെലക്റ്റഡ് ആയിരുന്നൊരു മെയിൽ വരുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നത്തെ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ പോയിട്ടൊരു ഇൻ പേഴ്സൺ റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ആ റൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഡൽഹിയിൽ പോയി. അപ്പം ഒരു 4-5 റൗണ്ട്സ് ഉണ്ടായിരുന്നു. അവിടെയും മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ കുറേ പ്രസൻസ് എനിക്ക് കുറേ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില റൗണ്ടൊന്നും ഉള്ള കാര്യം തന്നെ എനിക്കറിയില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന എയർലൈനിൻ്റെ ഭയങ്കര കോൺഫിഡൻഷ്യലായ കാരണം തന്നെ യൂട്യൂബിൽ നോക്കിയാലും അവരുടെ റൗണ്ട്സ് എന്തൊക്കെയുണ്ട് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് ചില റൗണ്ട്സ് ഞാൻ അറിയണേ. അപ്പം മാതാവിലുള്ള വിശ്വാസം കൊണ്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എത്തിച്ചിട്ടാണ് ഞാൻ ഓരോ റൗണ്ടിനും കയറുന്നത്. അപ്പം അങ്ങനെ ഒരു റൗണ്ടിനും കയറി മാതാവിൻ്റെയും ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അത് പാസ്സാവാണ്. അത് കഴിഞ്ഞ് ഡൽഹിത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് എനിക്ക് പിന്നെ എല്ലാം ഭയങ്കര സ്പീഡായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഓഫ് ലെറ്റർ വന്ന് ഞാൻ സിംഗപ്പൂരാണ് എനിക്ക് വർക്ക് കിട്ടിയത്. അപ്പം ഞാൻ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ റിസൈൻ ചെയ്ത് ഞാൻ സിംഗപ്പൂർ പോയി എനിക്ക് ട്രെയിനിങ് തുടങ്ങി. അവിടെ എത്തിയപ്പോൾ തന്നെ എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ എനിക്ക് എൻ്റെ റൂംമേറ്റ്സിൻ്റെയും എൻ്റെ കൂടെ ബാക്കിയുള്ള ക്രൂവിനൊക്കെ ഞാൻ പരിചയപ്പെട്ടു. അതും അതാണ്ട് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ വേറൊരു എബ്രോഡ് പോണത്, അതും തീരെയും പ്ലാൻ ചെയ്യാണ്ട്. അപ്പം കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യും, എങ്ങനെ ഒരു വീട് കണ്ടുപിടിക്കും, ഒന്നും അറിയില്ല. പക്ഷേ എയർപോർട്ടിൽ വെച്ചിട്ട് തന്നെ എനിക്ക് എൻ്റെ റൂംമേറ്റ്സിനെ കാണാനും ഈവൻ അവർ തന്നെയാണ് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നത്. അപ്പം അതൊക്കെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതാണ്. അങ്ങനെ ട്രെയിനിങ് തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചതിനാളും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു എയർലൈൻ്റെ ട്രെയിനിങ്. ഞാൻ 3 മാസമാണ് ട്രെയിനിങ് വരുന്നത്. ഈ 3 മാസത്തിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എക്സാംസും 2-3 പ്രസൻറ്റേഷനൊക്കെയാണ് ഒരു ദിവസം വരുന്നത്. അപ്പം കാലത്ത് 5:30 കഴിഞ്ഞിട്ട് പിന്നെ 7 മണിക്ക് വീട്ടിലെത്തണേ. അപ്പം എല്ലാം കൂടെ എനിക്ക് തീരും പറ്റുന്നുണ്ടായില്ല. ആദ്യത്തെ കുറച്ച് എക്സാംസൊക്കെ പ്രാർത്ഥിച്ചും ഞാൻ പാസ്സായി. പക്ഷേ 2-3 എക്സാംസ് കഴിഞ്ഞപ്പം ഞാൻ ഫെയിലാവെന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു ചാൻസ് കൂടെ തരും. ആ ഒരു ചാൻസ് കൂടെ കിട്ടിയില്ലെങ്കിൽ നമ്മളെ റീബാച്ച് ചെയ്യും, ലൈക്ക് ആ ഒരു ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എപ്പോഴാണ് അടുത്ത ബാച്ച് കിട്ടുകയെന്നൊന്നും അവർ പറയില്ല. അങ്ങനെ ഞാൻ ഒരു എക്സാമിൽ ഫെയിലായി. വീണ്ടും റീസീറ്റ് കൊടുത്തെങ്കിലും അതും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ റീബാച്ച് ആവാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ 68 ബാച്ച് നമ്പർ. അവിടെ ക്ലാസ് റൂമിനെ ബാച്ച് വൈസാണ് പറയാം. സോ ബാച്ച് 68 ഞാൻ ഔട്ടായിട്ട് പിന്നെ എനിക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല. എനിക്ക് അടുത്ത ബാച്ച് എപ്പോഴാണ് കിട്ടുക ഒന്നും അറിയില്ല. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവും, ഒന്നും ചെയ്യാനില്ല. റീബാച്ച് ആയുള്ളവർക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ് തന്നെയുണ്ട്. അവിടെ ഞങ്ങളെല്ലാവരും ഇരിക്കും, പോവും. രാത്രി ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ എത്തും. അടുത്ത ദിവസം സെയിം. ഇതെന്നെ ഒരു 2 മാസം കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ ഒരു മെറിറ്റിലോ ഞാൻ പഠിച്ചുകൊണ്ടോ ഒന്നും നടക്കില്ല. എനിക്കപ്പോൾ ഒരു ഉടമ്പടി എടുക്കണം. പക്ഷേ ഉടമ്പടി എടുക്കാനാണ് ഞാൻ എനിക്കപ്പം അച്ഛനെ കണ്ട് ഇവിടെ വന്നൊക്കെ ഉടമ്പടി എടുക്കണം നല്ല ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയണ സിംഗപ്പൂർ അച്ഛൻ വരുന്നുണ്ട്. വാർഷിക ധ്യാനത്തിനായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് വന്നിരുന്നത്. അപ്പം ഫെബ്രുവരി 16 അച്ഛൻ വന്നു. എനിക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റി. അച്ഛൻ്റെ കൈവയ്പ്പ് പ്രാർത്ഥന കിട്ടി.
വിശുദ്ധ തൈലം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കിയിരുന്നെങ്കിലും അതെനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല, റിട്ടേൺ ചെയ്യേണ്ടി വന്നു. അപ്പം സിംഗപ്പൂർ അച്ഛൻ വന്ന കാരണം എനിക്ക് അവിടെ നിന്ന് തൈലും മെഴുതിരൊക്കെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പം ഫെബ്രുവരി 13 എനിക്ക് പുതിയ ബാച്ച് കിട്ടുക, ബാച്ച് നമ്പർ 7. അപ്പം ബാച്ച് 7 എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു സന്തോഷം വന്നു. കാരണം മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഡിസംബർ 7. അപ്പം ഞാൻ ഓരോന്ന് കണക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ബാച്ച് 7 കിട്ടിയപ്പം ഞാൻ പ്രാർത്ഥിച്ച് 5:30 എല്ലാ ദിവസം ഇനിറ്റ് കൊന്തെത്തിച്ചിട്ടാണ് ഞാൻ പിന്നെ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോണേ. അതുപോലെ സിംഗപ്പൂരിൽ ഒരു 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. 2.5 മണിക്കൂർ നേരത്തെയാണ് സിംഗപ്പൂർ ഇന്ത്യ വെച്ചിട്ട്. അപ്പം അമ്മ എൻ്റെ സമയം നോക്കിയിട്ട് നാട്ടിൽ നിന്ന് വിളിക്കും. അമ്മയുടെ ഒരു 4:30, ഇവിടുത്തെ 4:30 ആകുമ്പോൾ എനിക്കപ്പോൾ അവിടെ 7 മണിയാണ്. അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ദിവസവും അമ്മ വിളിക്കും, ഞാൻ അല്ലാണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ബാച്ചിനോട് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും പാസ്സായി തുടങ്ങി. ലാസ്റ്റ് ഒരു ഫൈനൽ എക്സാം ഉണ്ട്. അതാണ് ഈ ഒരു 3 മാസത്തെ ഏറ്റവും എല്ലാം കൂടെ സമപ്പ് ചെയ്തിട്ടുള്ളൊരു എക്സാമാണ് ഫൈനൽ എക്സാം. ആ എക്സാം ആയപ്പോൾ പഠിച്ചിട്ടാണ് പോയേ, കുറേ പ്രാർത്ഥിച്ചിട്ടാണ് പോയേ. പക്ഷേ എന്തോ ടെൻഷനും മാതാവിലുള്ള വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ ടെൻഷൻ കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നാട്ടിലത്തെ പോലെയല്ല, എക്സാംസൊക്കെ അവിടെ ഭയങ്കര ഡിഫറെൻ്റ്. നമ്മുടെ പോലെ റിട്ടേൺ എക്സാംസ് അല്ല, അവിടെ സിനാരിയോ ബേസ്ഡ് എക്സാംസ് ആണ്. പിന്നെ ക്യാബിൻ ക്രൂ ആകുമ്പം നമ്മൾ കുറച്ച് ആക്ട് ചെയ്തിട്ടുള്ള എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ന്യൂ ആയിരുന്നു എനിക്ക്. അപ്പം ഈ ഒരു ഫൈനൽ എക്സാം വന്നപ്പോൾ ഞാൻ ആകെ പെട്ടു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ടർ വളരെ നല്ലതായിരുന്നു. ഈവൻ ദോ ഞാൻ അവിടെ ഇവിടെയും ചെറിയ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ആളെനിക്കത് തിരുത്തി അന്ന് എന്നെ ആ ഒരു ഫൈനൽ എക്സാമിൽ പാസ്സാക്കി. അതെനിക്ക് ഞാൻ എന്തോരം കഴിഞ്ഞാലും ഞാൻ അത് എപ്പോഴും ഓർത്തിരിക്കും. കാരണം ഒരു 3 മാസം ട്രെയിനിങ്ങിന് പോയ ഞാൻ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പാസ്സാവണേ. അപ്പം അതും പാസ്സായത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കണോ മാതാവും ഈശോൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രം. ഈവൻ ഞാൻ എയർപോർട്ടിൽ ആദ്യമായിട്ട് സിംഗപ്പൂർ പോകുമ്പം ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുമ്പം എൻ്റെ ഫ്ലൈറ്റ് ഞങ്ങൾ എത്താൻ ലേറ്റായി. ഗേറ്റ് ക്ലോസ് ചെയ്തു. ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് കുറേ പറഞ്ഞു ഒന്ന് കയറ്റാൻ, കാരണം എനിക്ക് വേറെ ടൈമില്ല, എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ക്യാൻസലായി പോകും. പക്ഷേ സ്റ്റാഫ് അവരെ വിളിച്ചപ്പോൾ ഞങ്ങൾ അറിയാണ് 1/2 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന്. അതുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് അന്ന് ആ ഒരു ഫ്ലൈറ്റ് കിട്ടി എനിക്ക് ഡൽഹിയിൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റി. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് മാതാവിൻ്റെ ഈശോൻ്റെയും വലിയൊരു അനുഗ്രഹം ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇന്നും പ്രാർത്ഥിക്കണ കുറേ വചനങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ, നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:9. ഈ ഒരു വചനം ഞാൻ ഏത് എക്സാമിന് പോകുമ്പോഴും ഞാൻ കുറേ വട്ടം ചൊല്ലും. കാരണം ഒരു പ്രത്യേക ശക്തി എനിക്ക് കിട്ടാറുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഉടമ്പടി ജീവിതം കുറേ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈവൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സിംഗപ്പൂർ വന്നത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി വന്ന പോലെ എനിക്ക് തോന്നിക്കണേ. കാരണം ആദ്യമായിട്ടാണ് അവിടെ ഇത്രയും വർഷത്തിലുള്ള ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വിളിച്ചതും അവിടെ അച്ഛൻ ധ്യാനിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നത്. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുക ഈ നടന്നതൊന്നും എൻ്റെ മെറിറ്റിലല്ല. കാരണം ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ച് ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, എൻ്റെ മാക്സിമം. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അപ്പം മാതാവ് ഈശോൻ്റെയും അനുഗ്രഹം കൊണ്ടും ഗ്രേസിലും മാത്രം കിട്ടിയ ഒരു ജോലിയായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു അക്കൗണ്ടൻറ്റിൽ നിന്ന് ഒരു ക്യാബിൻ ക്രൂയിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഈസി ആയിരുന്നില്ല. പക്ഷേ മാതാവ് ഈശോൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അത് സാധിച്ചു. മാതാവിനും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ 100,000 നന്ദി പറയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഓരോ പ്രാവശ്യം ഞാൻ ക്ലാസ്സിന് പോകുമ്പം ട്രെയിനിങ് കഴിഞ്ഞിട്ടാണെങ്കിലും ട്രെയിനിങ്ങിന് മുന്നാണെങ്കിലും അമ്മ വിളിക്കും, വീഡിയോ കോൾ ചെയ്തിട്ട് സായന പ്രാർത്ഥനയ്ക്കാണെങ്കിലും പ്രത്യക്ഷീകരണ കാലത്ത് പ്രയറിനാണെങ്കിലും അമ്മ വീഡിയോ കോൾ ചെയ്യും. അത് ഇവിടുത്തെ സമയം വ്യത്യാസമുണ്ട്, സിംഗപ്പൂരിൽ നിന്ന് 2.5 മണിക്കൂർ നേരത്തെ അവിടെ. എന്നാലും അമ്മ എനിക്ക് എന്നെയാണെങ്കിലും, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ആളും പുറത്താണ്, അപ്പോൾ ആളെയാണെങ്കിലും വിളിച്ച് തൈലൊക്കെ പൂശി അന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളെ വിടണേ. അപ്പോൾ അമ്മയുടെ ഒരു പ്രാർത്ഥനയും എല്ലാം കൂടെയാണ് എനിക്കൊരു ജോലി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് വിൻസി സെബു. ഇവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അമ്മ 2ാമതാണ് അനുഗ്രഹിക്കണേ. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഞാനൊരു സാക്ഷ്യം പറഞ്ഞതായിരുന്നു, അത് രോഗസൗഖ്യമായിരുന്നു. ഇന്ന് വീണ്ടും എൻ്റെ മക്കൾ അന്ന് കൂടെ ഇല്ലാത്ത കാരണമാണ് എനിക്ക് ഇന്ന് മോളുടെ കൂടെ ഇവിടെ വീണ്ടും കയറാൻ പറ്റിയത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ
സർവശക്തനായ ദൈവം തിരുകുമാരൻ വഴി എനിക്ക് തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മോള് ഡിഗ്രി സഹൃദയ കോളേജിൽ പഠിച്ചിരുന്ന ആ സമയത്ത് മോൾക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയിരുന്നു. ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയെങ്കിലും മോൾക്ക് ഫൈനൽ ഓഫർ ലെറ്റർ വരാൻ വൈകി. അതായത് മാർച്ചിൽ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി, ഓഗസ്റ്റായിട്ട് മോൾക്ക് വിളിക്കുന്നില്ല അവർ. ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോ മെയിൽ അയക്കുമെങ്കിലും മോൾക്ക് കുറേശ്ശെ വിഷമമായി തുടങ്ങി. കാരണം മോളുടെ ഫ്രണ്ട്സൊക്കെ കമ്പനികളിൽ കയറി തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത ചർച്ചിൽ ഞാനും മോളും കുർബാനയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ കൂടെ മമ്മിയും കൂടെ വന്നു. അപ്പോൾ മമ്മി കൂടെ വന്നപ്പോൾ ആൾ കുറച്ച് ഏജ്ഡാണ്. അപ്പോൾ എനിക്ക് മോളുടെ കൂടെ ഇരിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് പറയാണ്, നീ എളിമപ്പെടണം. കാരണം നിൻ്റെ സാന്നിധ്യം നിൻ്റെ മമ്മിക്കാണ് ആവശ്യം, മോള് കൂടെയല്ല. നീ മമ്മിയുടെ കൂടെ ഇരുന്ന് കുർബാന കാണണം. മമ്മി ഏജ്ഡാണ്. നിൻ്റെ മോളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു. അന്ന് എൻ്റെ കയ്യിൽ 2 കെട്ട് കൃപാസന പത്രം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പത്രം അന്നത്തെ ദിവസം അവിടെ വന്നിരുന്ന പല സ്ഥലങ്ങളിൽ നിന്നാണ് അവിടെ കുർബാനയ്ക്ക് ആളുകൾ വന്നിരുന്നത്, പല സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ ആ 2 കെട്ട് പത്രവും ഞാൻ അവിടെ കൊടുത്തിട്ട് വീട്ടിലെത്തി ഒരു 6:30-7 മണിയായപ്പോൾ മോള് പറയാണ്, അമ്മ എനിക്ക് ക്യാമ്പസ് സെലക്ഷൻ്റെ ഫൈനൽ കോൾ വന്നു, ഓഫർ ലെറ്റർ വന്നു. EXL എന്ന് പറയുന്ന കമ്പനിയിൽ, കാക്കനാട് മൾട്ടിനാഷണൽ കമ്പനിയാണ്, അതിലെൻ്റെ മോൾക്ക് ജോലി കിട്ടി. നമ്മൾ എളിമപ്പെടേണ്ട സ്ഥലത്ത് നമ്മൾ എളിമപ്പെട്ടേ പറ്റുള്ളൂ. കാരണം നമ്മുടെ കഴിവാലൊന്നുമല്ല നമുക്കൊരു സംഭവം നേടിക്കിട്ടണത്. ഈശോയുടെ കൃപയുണ്ടെങ്കിൽ, മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൃപാസന പത്രം കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഞാൻ ഓരോ സ്ഥലത്തും കൃപാസന പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഹോണിംഗ് ബെല്ലടിക്കുമ്പോൾ ചിലർ നമ്മളെ എത്തിച്ചു നോക്കും, പക്ഷെ അവർ പത്രം മേടിക്കാൻ വരില്ല. പക്ഷെ ഞാൻ ആ വീട്ടിൻ്റെ മുമ്പിൽ നിന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മോട് പറയും, അമ്മേ ഈ പത്രം ഈ വീട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മേ നീ ഈ വീട്ടിൽ വന്നു എന്നാണ് അർത്ഥം. ഈ വീട്ടുകാരുടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നീ സാധിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ വീടുകളിൽ നിന്ന് മടങ്ങി പോവുക. അതുപോലെ മോൾക്ക് EXL ജോലി കിട്ടി. ആ സമയത്താണ് മോൾക്ക് കുഞ്ഞിതിലുള്ള ആഗ്രഹമായിരുന്നു ക്യാബിൻ ക്രൂ ആവണമെന്ന്. മോള് ക്യാബിൻ ക്രൂവിൻ്റെ ഇൻ്റർവ്യൂ മോള് പറഞ്ഞ പോലെ അതിനൊക്കെ തയ്യാറെടുത്തു. പക്ഷേ നമുക്ക് ഫൈനലായിട്ട് ഒരു ഡോക്ടറുടെ ലെറ്റർ വേണമായിരുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഞാനും മോളും നടക്കുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് മാതാവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയും, മാതാവ് നിൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് കാണിച്ചു തരണം. അതുപോലെ തന്നെ മഴവില്ലിൻ്റെ രൂപത്തിൽ നമുക്ക് തൊടാൻ പറ്റും, അത്രയും രൂപത്തിൽ ഞങ്ങൾ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തന്നെ മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അറിയിച്ചു. മാതാവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിൻ്റെ മോളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുള്ളതാണല്ലോ, നീ പേടിക്കേണ്ട. മോൾക്ക് അവിടുത്തെ പെർമിഷൻ ലെറ്റർ കിട്ടി. അതുപോലെ തന്നെ മോൾക്ക് ഈ മറ്റേ EXL ജോലി കിട്ടിയത്, അതിൻ്റെ ഓഫർ ലെറ്റർ വരണത് അതൊക്കെ ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ മോള് ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മളമ്മമാർ പറയുമല്ലോ, നല്ല ഹോസ്റ്റൽ എടുക്കണം, അവിടെ താമസിക്കണം. അപ്പോൾ മോള് പറഞ്ഞു, ഇല്ല എനിക്ക് കിട്ടണ സാലറി എത്രയോ അതിനനുസരിച്ചുള്ള ഹോസ്റ്റലെ ഞാൻ തിരഞ്ഞെടുക്കുള്ളൂ പറഞ്ഞു. ഞാൻ അപ്പോഴും അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അമ്മോട് പറഞ്ഞു, അമ്മേ മോള് തിരഞ്ഞെടുക്കണം. കാരണം നമുക്കറിയാം കാക്കനാട് എറണാകുളമാണ്, പല സ്ഥലത്തു നിന്നുള്ള കുട്ടികൾ വരുന്നതാണ്, റൂംമേറ്റ്സ് നല്ലതായിരിക്കണം. അപ്പോൾ നമ്മളുടെ ഒരു ചിന്ത അതായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ നീ എൻ്റെ മോൾക്ക് ആ ഹോസ്റ്റലാണ് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ നീ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ ഞങ്ങൾ ഒരു ചൊവ്വാഴ്ച ഹോസ്റ്റൽ നോക്കാൻ പോയി. അവിടെ നോക്കിയപ്പോൾ ഒരു വാർഡിൻ്റെ റൂം തുറക്കാൻ നോക്കി, അത് കിട്ടിയില്ല. നെക്സ്റ്റ് ഡോർ തുറന്നപ്പോൾ നമ്മുടെ അമ്മ മാതാവിൻ്റെ കൃപാസന പത്രം ആ റൂമിലിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ മോൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഹോസ്റ്റൽ അത് തന്നെയാണ്. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളുടെ കാര്യങ്ങൾ മാതാവ് ഏറ്റെടുത്ത് എന്താ പറയുക, ഉടമ്പടിയുടെ ആ ഒരു ബലം നമുക്ക് തരണ ശക്തി വളരെ വലുതാണ്. അതുപോലെ ഞങ്ങൾക്കൊരു മോള് പറഞ്ഞ പോലെ എൻ്റെ ഒരു മോള് പഞ്ചാബിലാണ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ മക്കളുടെ സമയം അനുസരിച്ച് കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ അവരെ വീഡിയോ കോൾ ചെയ്യും. വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എത്തിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കുന്ന സമയത്ത് അവരുടെ നെറ്റിയിൽ, സംഭവം എൻ്റെ മൊബൈലിലാണ്, പക്ഷെ അത് എന്നെ സംബന്ധിച്ച് അവരുടെ നെറ്റിയാണ്. ആ നെറ്റിയുമ്പോൾ ഞാൻ വിശുദ്ധ തൈലം പൂശും. സങ്കീർത്തനങ്ങൾ 91 അധ്യായം ചൊല്ലി കേൾപ്പിക്കാൻ ഒരു 5 മിനിറ്റ് പ്രാർത്ഥന എത്തിച്ചിട്ടാണ് മക്കളെ ജോലി സ്ഥലത്തേക്ക് ആയാലും പഠിക്കാനായിട്ട് വിടുന്നത്. അതുപോലെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ഉടമ്പടി ഗ്രൂപ്പുണ്ട്. ഞങ്ങൾ ഒല്ലൂർ ഏഞ്ചൽസ് കൃപാസനം എന്ന് പറഞ്ഞിട്ട് അതുവഴിക്ക് അതിൽ ഞാൻ ചെയ്യുന്ന അത് ചെറുതായിട്ട് ലീഡ് ചെയ്യുന്നത് ഞാനാണ്. അതിൽ നമുക്ക് മാതാവിൻ്റെ പ്രസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ വെക്കുന്ന പൂക്കൾക്കോ അല്ലെങ്കിൽ മെഴുതിരിക്കോ മണം ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്ക് മാതാവിൻ്റെ ഈശോയുടെയും പ്രസൻസ് അറിയാൻ പറ്റുന്നത് സുഗന്ധാഭിഷേകം വഴിക്കാണ്. പലരും ഞങ്ങളുടെ കൂടെ വന്ന് പ്രാർത്ഥിച്ച് പല സൗഖ്യങ്ങളും കിട്ടി ഞങ്ങളുടെ
ഗ്രൂപ്പിലുള്ള പലരും ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ മോൾക്ക് സാലറി കിട്ടി തുടങ്ങി അപ്പോൾ തന്നെ ഈ എക്സലിൽ മോൾക്ക് വർക്ക് ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ അവളുടെ സാലറി എടുത്ത ഒരു ഓഹരി എനിക്ക് തരും. ഞാനത് ഞങ്ങൾക്ക് അറിയുന്ന ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിക്ക് എല്ലാ മാസവും ഞാനത് കൊണ്ടുവന്ന് കൊടുക്കും. അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പ് വഴിക്കായിട്ടും അല്ലാതെയും ഞങ്ങൾ പലർക്കും സാമ്പത്തികമായിട്ടും വസ്ത്രമായിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ആത്മീയമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര ലൈറ്റ് വെയ്റ്റിനിങ് ആണ്. നമുക്ക് ആരെന്ത് പറഞ്ഞാലും നമ്മളത് ഏശില്ല. നമ്മൾ എന്തിനാ നമ്മൾ അവരോട് വഴക്കിടാൻ പോണേ, നമ്മൾ ഉടമ്പടിയിലാണ്. അതായത് ചില സമയത്ത് നമുക്ക് ദേഷ്യപ്പെട്ടാലും അത് നമുക്ക് എന്താ പറയുക, ഒരു ലൈറ്റ് വെയ്റ്റിനിങ് ഫീൽ ചെയ്യും. നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ട് അവരെ ശാസിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഉടമ്പടി നമുക്ക് നൽകുന്ന ഒരു ബലം. ഇപ്പം ഞാൻ സിൽവറിലാണ് ഇത്രയും വർഷം. അതുപോലെ മോൾ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഉടമ്പടി കട്ട് ചെയ്യേണ്ടി വന്നു. അന്ന് ഒരാൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ എനിക്ക് ഉടമ്പടിയിലായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ നീ എപ്പോഴും ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പക്ഷെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്ക് കിട്ടണ ആ ഒരു ശക്തി എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു ധൈര്യമാണ് എനിക്ക്. എൻ്റെ കൂടെ അമ്മ എപ്പോഴും ഉണ്ട്. അമ്മയ്ക്ക് എന്നെ വിട്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അമ്മേനെ വിട്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ഒരു ഇൻറ്റിമസി ആയിരുന്നു എനിക്ക് അമ്മയുടെ അടുത്ത്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് വീട്ടിലത്തെ എല്ലാവർക്കും ഉടമ്പടി എടുക്കാം. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പടി പുതുക്കി ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഇതെല്ലാം എനിക്ക് സംഭവിച്ചത് നോട്ട് ബൈ ഞങ്ങളുടെ കഴിവാലല്ല, ഈശോയുടെ കൃപയാൽ പരിശുദ്ധ അമ്മയുടെ മാസത്തെ വഴി തേടി തന്നതാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും, സ്റ്റാറ്റസ് ഇടും. അതുപോലെ അച്ഛൻ്റെ ഇന്ന് വരെയുള്ള വചനങ്ങൾ, നമ്മൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്ന വചനങ്ങൾ അപ്പോൾ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യും, എന്നിട്ട് അത് ഞാൻ സ്റ്റാറ്റസ് ഇടും. പിന്നെ നമ്മുടെ ഡെയിലി ബ്രെഡിൽ വരുന്ന ഈശോയുടെ രൂപം, അമ്മ മാതാവിൻ്റെ രൂപം, അതൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടും. ഈശോനെ അറിഞ്ഞവരെ ഞാൻ കൂടുതൽ അത് ആഴപ്പെടുത്തും. അറിയാത്തവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ എന്തായാലും പോകണം. പിന്നെ ആരെങ്കിലും എന്നെ ചീത്ത പറയുകയാണെങ്കിൽ തന്നെ അത് ഞാൻ സന്തോഷത്തോടെ കേൾക്കും. കാരണം ചെറുതായിട്ടെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റണുണ്ടല്ലോ. ഈശോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ചെങ്കിൽ ഒരാൾ നമ്മൾ ചീത്ത പറഞ്ഞാൽ നമുക്ക് എന്താ, അത് സന്തോഷത്തോടെ കേൾക്കാനുള്ള ഒരു കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും ദൈവമാതാവിനും സർവശക്തനായ ദൈവത്തിനും കോടാനുകോടി നന്ദി പറയുന്നു. ബൈബിൾ വായന ഞാൻ ഒരുവിധം എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. എൻ്റെ 6ാമത്തെ സമ്പൂർണ്ണ ബൈബിൾ വായനയിലാണ് ഞാനിപ്പോൾ. ജപമാല എല്ലാ ദിവസവും പേഴ്സണൽ പ്രയർ ഉണ്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ആകണ്ട ജപമാല ഇവിടുന്ന് വെഞ്ചരിച്ച മാതാവിൻ്റെ രൂപം ജപമാലയും മാസത്തിലൊരിക്കൽ എല്ലാ ആദ്യത്തെ ബുധനാഴ്ച ഞങ്ങൾ ആകണ്ട ജപമാല ഓരോ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും 10-100 ചോറ് പൊതി ഞങ്ങൾ വീടുകളിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ഞങ്ങൾ ആതുരാലയങ്ങളിൽ പോവും. അവരുടെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. പിന്നെ പേഴ്സണലായിട്ട് കുറേ പേര് എന്നെ വിളിക്കും, വിൻസി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മോന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ കൂടുതൽ പ്രാർത്ഥന തുടങ്ങും തോറും വീട്ടിൽ നിന്ന് കുറേശ്ശെ ചെറുതായിട്ട് ചീത്ത കേട്ട് തുടങ്ങി, നീ ഓവറാവണു, നിനക്ക് വട്ടുപിടിക്കും. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ. ഈശോയ്ക്ക് വേണ്ടി എന്ത് സഹിക്കാനായിട്ട് പരിശുദ്ധ അമ്മ എന്നെ പ്രാപ്തിയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി നന്ദി. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. സങ്കീർത്തനം 118 25 വചനമാണ്. ഉടമ്പടിയിൽ നാം ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിലാണ്, കൃപയിലാണ്. കുടുംബത്തെ രക്ഷിക്കണമെന്നും സൗഖ്യം നൽകണമെന്നും മക്കൾക്ക് നല്ല വഴി തുറന്നു കൊടുക്കണമെന്നും വിജയം നൽകണമെന്നും ജീവിതത്തിലെ വിജയവും സമാധാനവും സന്തോഷവും നൽകിയ ഒരു നല്ല ആത്മീയ ജീവിതം നൽകണമേ എന്നൊക്കെയാണ് നമ്മുടെ അപേക്ഷകൾ. ഒരുപക്ഷെ കണ്ണീരോടെ ആവാം പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമ്മിൽ പലരും ഇരിക്കുന്നത്. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ വിശ്വസ്തതയുടെ ഉടമ്പടി പാലിക്കുമ്പോൾ ദൈവം നമ്മുടെ അടഞ്ഞ വാതിൽ തുറക്കുകയും പ്രത്യാശ നൽകുകയും ചെയ്യുന്ന ഒരു വലിയ ആലയമാണ് കൃപാസന സന്നിധി. ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളുടെ വലിയ സാക്ഷ്യങ്ങളാണ് നാം ഈ സന്നിധിയിൽ പലപ്പോഴും കേൾക്കാൻ സാധിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ
നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യമാണ്. എവിടെ പോയാലും എന്തിനു പോയാലും ആ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ കുടുംബം ഉടമ്പടിയിലാണ്. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിന് ഒരല്പം ലാഗായപ്പോൾ തന്നെ അമ്മ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. പള്ളിയിൽ ചെന്നിരുന്നപ്പോൾ അമ്മ പ്രായം ചെന്ന വാർദ്ധക്യത്തിലായി അമ്മയുടെ കൂടെ ഇരിക്കണോ മകളുടെ കൂടെ ഇരിക്കണമോ എന്നുള്ള ഒരു സെലക്ഷൻ. മകളുടെ കൂടെ ഇരിക്കാനാണ് ആഗ്രഹം. പക്ഷെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മൾ കൃപാസന ഉടമ്പടിയിൽ വരുമ്പോൾ നമ്മുടെ ഇഷ്ടമല്ല, അമ്മയുടെ ഇഷ്ടമാണ് നോക്കുന്നത്. ആ പരിശുദ്ധ അമ്മയുടെ ആ ഉൾപ്രേരണയാലാണ് അമ്മയുടെ കൂടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന അമ്മയുടെ കൂടെ പോയി ഇരിക്കുകയും പിന്നീട് അവിടെ നിന്ന് ഒരു ഉൾപ്രേരണ കിട്ടുകയാണ് പത്രം കൊടുക്കാനും ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും പിന്നീടാണ് അത്രയും നല്ല ഡിലേ ആയിരുന്ന ഒരു ക്യാമ്പസ് സെലക്ഷൻ കഴിഞ്ഞുള്ള സെലക്ഷനും ഈ മകൾക്ക് കിട്ടുന്നത്. അതും ഈശോയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ഉൾപ്രേരണ നമ്മൾ അമ്മയോട് സംസാരിക്കുകയും അമ്മ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി മക്കളുടെ ഒരു ഗ്രൂപ്പ് തന്നെ അവിടെയുണ്ട്. അവരുടെ നാട്ടിൽ ഒരു ഗ്രൂപ്പിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുകയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പാണ്, ഉടമ്പടി മക്കളുടെ ഒരു ഗ്രൂപ്പാണ്. അവരെല്ലാവരും ഒന്നിച്ച് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും വീടുകളിൽ ഫുഡ് ഉണ്ടാക്കി ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ട് ഫുഡ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഇല്ലാത്തവർക്ക് വിതരണം ചെയ്ത് ഈശോയ്ക്കും അമ്മയും മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെയെല്ലാം ജീവിതത്തെ നാം കാണുന്നത് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു സഹനമല്ല. സഹനമുണ്ടെങ്കിൽ തന്നെയും അവിടെ ശക്തിയുണ്ട്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ഉറപ്പാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലും നമുക്കും അപേക്ഷിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണം. ഏത് രീതിയിലും ഒരു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും നമ്മുടെ ജീവിതത്തിലും ആ ദൈവത്തിൻ്റെ കാരുണ്യം കൃപയും അനുഗ്രഹിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന്, അതായത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ക്യാബിൻ ക്രൂ ആയിട്ട് ജോലി നൽകിയ ആ ദൈവത്തിൻ്റെ കൃപയിലാണ് ഈ പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഈ അനുഗ്രഹത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.